അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ നല്ലൊരു അറേബ്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഞാനിവിടെ പലതരത്തിലുള്ള ബിരിയാണി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു വേറെ തന്നെ ലെവൽ ബിരിയാണി തന്നെയാണ് കേട്ടോ. വൺസ് നിങ്ങളിത് ട്രൈ ചെയ്താൽ ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. വളരെ സിമ്പിളാണ്, കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ബിരിയാണിയാണിത്. അപ്പം നിങ്ങളാരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു ഫ്ലേവറിലുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് തയ്യാറാക്കാൻ പറ്റും. ഒരേ ബിരിയാണി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് മാറി മാറി ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാഷാഅല്ലാഹ് കിടുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചൂടായി കിടക്കുന്ന ബിരിയാണി പോട്ടിലോട്ടേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് വേണ്ടത് ഓൾ സ്പൈസസ് ആണ്. എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം ഒരു സിന്നമൺ സ്റ്റിക്കാണ് എടുത്തത്, അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം ഒരു വലിയുള്ളി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയാണ് എടുത്തത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇവിടെ തയ്യാറാക്കുന്നത് റൈസാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഒരുപാട് കളറ് മാറിയാൽ റൈസിൻ്റെ കളറെല്ലാം മാറും. അപ്പോൾ 1 kg റൈസാണ് എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അളന്നിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ടേക്ക് 2 ചിക്കൻ ക്യൂബ്സ് വേണം. ഈ ഒരു റൈസിലോട്ടേക്ക് ചിക്കൻ ക്യൂബ്സ് മസ്റ്റാണ് കേട്ടോ. വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം 2 എണ്ണം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലോട്ടേക്ക് ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അറബിക് ബിരിയാണി മസാല ആണ് വേണ്ടത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഒറിജിനൽ മസാല പൗഡർ തന്നെ കിട്ടും നിങ്ങൾക്ക്. അതിനുശേഷം 1 നാരങ്ങൻ്റെ പകുതിയാണ് എടുത്തത്. അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കൻ ക്യൂബ്സിൽ ഓൾറെഡി നല്ല ഉപ്പുള്ളതാണ്. വെള്ളം ശരിക്ക് തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്കിതിലോട്ടേക്ക് അരി ഇട്ട് കൊടുക്കാം. ജീരകശാലൻ്റെ അരിയാണ് എടുത്തത്. ഇതിലോട്ടേക്ക് ഒരിക്കലും നിങ്ങൾ ബസ്മതി അരി എടുക്കാൻ പാടില്ല. ജീരകശാലൻ്റെ അരിയാണ്, അടിപൊളി ടേസ്റ്റാണ് ഇതിൽ വരിക ഈ ഒരു റൈസിന്. അപ്പം വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, നേരത്തെ സോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റൈസ് റെഡിയാക്കാൻ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ശരിക്കും കഴുകി വൃത്തിയാക്കിയതാണ്. ഓൾറെഡി ഫ്ലെയിം ഓൺ ആണ് കേട്ടോ, അതാണ് സ്മോക്ക് വരുന്നത്. 1 kg ചിക്കനാണ് എടുത്തത്. സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത്. അതിലോട്ടേക്ക് 2 ടീസ്പൂൺ വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അറബിക് ബിരിയാണി മസാല ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്, 1ൻ്റെ പകുതിയാണ് എടുത്തത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. എരിവുള്ള ചില്ലി പൗഡർ ഇതിലോട്ടേക്ക് യൂസ് ചെയ്യരുത്. കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കണം, എന്നാലേ നല്ലൊരു കളറ് കിട്ടുള്ളൂ. അതിനുശേഷം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുക്കുന്നത്, 2 ടീസ്പൂണ്. എന്നിട്ട് ശരിക്കും കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല കേട്ടോ, ലൈറ്റായിട്ടുള്ളൊരു ചൂടേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മസാല തയ്യാറാക്കാൻ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ മസാല എല്ലാം തേച്ചതിന് ശേഷം നോൺ സ്റ്റിക്ക് പോട്ടിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റൈസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ റൈസ് എല്ലാം റെഡിയാക്കി എടുത്തത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇനി നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ ഒരു പകുതി വേവായതിന് ശേഷം 1 വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നേരത്തെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഉള്ളി എല്ലാ ഭാഗത്തോട്ടേക്ക് എത്തുന്ന രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കിയിട്ട് കൊടുക്കുക. അവർ വീട്ടിലെ സത്യമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുറച്ച് ചേരുവ വെച്ചിട്ടൊരു പൊള്ളി ബിരിയാണി തന്നെയാണിത്. ഇതിൻ്റെ ഫ്ലേവർ വേറെ ലെവലാണ് കേട്ടോ. എനിക്കിത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 4 പുഴുങ്ങി വെച്ച എഗ്ഗ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് 2 സൈഡും വേവുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് 2 സൈഡും വെന്ത് കിട്ടുക. ഇടയ്ക്കൊന്ന് അടച്ച് വെക്കുക. ഒരുപാട് സമയം അടച്ച് വെച്ച് വേവിക്കേണ്ട, ഒരുപാട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ എഗ്ഗൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിലോട്ടേക്ക് അങ്ങനെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഈ ഒരു സ്പൈസി എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ശരിക്കും വെന്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച റൈസിൻ്റെ മുകളിലോട്ടേക്കാണ് ഈ ഒരു കറി കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. താഴെ റൈസും മുകളിൽ ചിക്കനും വരുന്ന രീതിയിലാണ് ഈ റൈസ് നമ്മൾ സെറ്റാക്കുന്നത്. ഇതിൻ്റെ കറിയെല്ലാം ശരിക്കും റൈസിൽ മിക്സ് ആവുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി കുറച്ച് വറുത്ത് വെച്ച ഉള്ളി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിൻ്റെ പകുതി ഉള്ളിയാണ് വറുത്ത് വെച്ചത്. അതൊരു ബ്രൗൺ കളറായതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സാദാ ബിരിയാണി മസാല ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ എന്തായാലും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ റൈസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓഫാക്കിയത്. അതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ചിക്കനും എഗ്ഗൊക്കെ വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. മാഷാഅല്ലാ, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഒരുപാട് ഹാർഡാക്കിയിട്ട് മിക്സാക്കി കൊടുക്കരുത്, സോഫ്റ്റായിട്ട് വേണം മിക്സാക്കാൻ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ജീരകശാല വെച്ചിട്ടുണ്ടാക്കുന്ന റൈസിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെ കേട്ടോ. ശരിക്കും ബസ്മതി അരി ഒന്നുമല്ല ഈ ജീരകശാലൻ്റെ അരിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഇതിലോട്ടേക്ക് ജീരകശാലൻ്റെ അരി തന്നെ എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്കതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ ഐറ്റംസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക, മറക്കരുത്. നിങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്. മാഷാഅല്ലാ, നല്ല പ്രോഗ്രസ്സാണ് എൻ്റെ ചാനലിന്. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുൻപോട്ടുണ്ടാകണം. ഇനി നമുക്ക് ചിക്കൻ ഈ റൈസിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എഗ്ഗ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണം അങ്ങനെ ഇട്ട് കൊടുക്കാം. ബിറ്റുവീന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ രീതിക്ക് ചെയ്യാം. ബിറ്റുവീന് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഭംഗിയായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനൊന്ന് ബിറ്റുവീന് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഭംഗി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്, നിർബന്ധമുള്ള കേസൊന്നുമല്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മിൻറ്റിൻ്റെ റൈത്തയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. അപ്പം നമുക്കിത് കഴിക്കാം. എന്താണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. റൈസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റൈസ് തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുകയാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് ഇഷ്ടപ്പെടുന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. വെള്ളമെല്ലാം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല റൈസ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ.